സോ എല്ലാവർക്കും ഡിബ്രോസ്റ്റേ മറുപടിയും സോമശന്മാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് മലയാള സിനിമയിൽ തന്നെ ഒരു ഹോളിവുഡ് രീതിയിലുള്ള ഒരു മൂവി, അതായത് ഒരു ഹോളിവുഡ് കളർ ഗ്രേഡിങ്, ഒരു ഹോളിവുഡ് ഫ്രെയിംസ്, ആ രീതിയിലുള്ള ഒരു മൂവി എന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് നൽകിയ ഒരു മൂവീൻ്റെ ടീസറായിരുന്നു ലോക. അതായത് മലയാളത്തിലെ ഫസ്റ്റ് അല്ല, കുറേ ഇറങ്ങിയില്ലേ സൂപ്പർ ഹീറോ. അപ്പം മിന്നൽ മുളി അല്ല മിന്നൽ മുരളി, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇറങ്ങി. സോ എന്തായാലും മലയാളത്തിൽ നിന്ന് മറ്റൊരു ഒരു ലേഡി ക്യാരക്ടറിനെ ലീഡിങ് റോളിൽ, ഒരു സൂപ്പർ ഹീറോ ലീഡിങ് റോളിൽ വെച്ചുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി ആണെന്നാണ് പറയണത്. വേറെ വല്ല ഉണ്ടെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. സോ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പ്രീമിയറിംഗ് ആണ്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ്ലി ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പടത്തിനെ പറ്റി ഹെവി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ലെറ്റ്സ് സീ. പ്രീമിയറിംഗ് ആണ്. ഓക്കെ. ആ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. ആര് പറയും? നിനക്കൊരു മാറ്റമില്ലല്ലോ പെണ്ണെ. ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും. പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ഒരു ഫ്ലിങ്സിങ് പിടി. നിന്നെ கண்டறியல നിനക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന്. எங்கள் அப்பா சொல்லுவார், உலகத்தில் 2 விதமான பொம்பளைங்க இருப்பாங்க. ஒன்று எங்கள் அம்மா மாதிரி, இன்னொன்று ഡഗാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. സാധാരണ കുടിക്ക് അല്ലോ നല്ലോണം സിക്കത്തിനാണ്. Men deal with men. No woman needed. Understand? പറക്കൂടാ. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. ആര്? ഇന്നും മൊത്തം ഞെട്ടേൻ്റെ ദിവസമാണ്. ഇന്ന് മൊത്തം സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കണം ഇവർക്ക്. ഞാൻ ഇത്തിരി മുമ്പെയാണ് നമ്മളെ മദ്രാസിൻ്റെ ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തത്. ഐ വാസ് സൂപ്പർ സാറ്റിസ്ഫൈഡ്. ഇതും കിടിലൻ ട്രെയിലർ. ഒരു 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 നമ്മളെ രീതിയിലല്ല ഈ ഒരു പടം പറഞ്ഞത്. അതായത് നമ്മളൊരു മലയാള സിനിമയുടെ ഒരു രീതിയുണ്ട്. ഒരു ഫ്രെയിം ഉണ്ട്, നമുക്കൊരു പ്രത്യേക ഒരു ഗ്രേഡിംഗ് ഉണ്ട്, ഒരു കളർഫുൾ ആയിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ് ഒരു ഡാർക്ക് നേച്ചറിൽ എടുത്തേക്കുന്ന ഒരു കിട്ടിലം ട്രെയിലറാണ്. പടം കണ്ടാൽ മാത്രമേ, കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ കഷ്ടപ്പെട്ടെടുത്തെങ്കിലും അവസാനം സ്ക്രീൻ പ്ലേ വൈസും വിഷ്വൽ വൈസും സ്ക്രീൻ പ്ലേ വൈസ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ലെങ്കിൽ ആ ഒരു പടം എത്ര കഷ്ടപ്പെട്ടെടുത്തിട്ടും നമ്മളെ ഇത് മൈൻഡിൽ നന്നായിട്ട് ക്യാപ്ചർ ആവത്തില്ല. സോ എന്തായാലും ഇത് നമുക്ക് എന്നാൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു പടം ഇതെന്ത് നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ ആ ഒരു ഹൈപ്പ് എനിക്ക് ഈ ഒരു പടത്തിന് മേലുണ്ട്. ഒരു ലേഡി ക്യാരക്ടറും ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് സൂപ്പറായിട്ടല്ലേ ചെയ്തേക്കുന്നത് കല്യാണി പ്രിയദർശൻ. അല്ല, ഫൈറ്റൊന്നും കൂടുതൽ കാണിച്ചില്ല, പക്ഷേ കാണിച്ച ഷോട്ടുകളെല്ലാം പക്ക ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മളെ നെസ്ലിനൊക്കെ എന്തൊരു റോളാണെന്നൊന്നും അറിയില്ല. സോ എന്തായാലും കിട്ടിലും ട്രെയിലർ. എനിക്ക് ട്രെയിലറിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് എന്ത് പറയാനാ, പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. സംഭവം എനിക്ക് ടീസർ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലെ പറക്കണ ഷോട്ടൊക്കെ ഉള്ള BGM, ഇതാര് BGM ചെയ്തേക്കണത്, ആരുടെ മ്യൂസിക്? ഞാൻ കഴിഞ്ഞ ഇതിൽ നോക്കിയതാണ്. പിന്നെ കഴിഞ്ഞ ഇതിൽ നോക്കിയതാണ് മ്യൂസിക് കമ്പോസർ JX ബിജോയ്. സോറി മാൻ, മൈ ബാഡ്. മ്യൂസിക്കിൻ്റെ കാര്യം നമ്മൾ ഇനി സംസാരിക്കേണ്ട. ഇറ്റ്സ് ഓവർ, ദ ഡിബേറ്റ് ഈസ് ഓവർ.
മ്യൂസിക് എനിക്ക് എനിക്ക് ഇതിൽ കണ്ടപ്പോൾ തന്നെ എനിക്കൊരുമാതിരി രോമാഞ്ചം രോമാഞ്ചം രോമാഞ്ചം. സോ എന്തായാലും കിട്ടില്ലൻ ടീസർ, കിട്ടില്ലൻ കിടിലൻ 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 വിഷയം ട്രെയിലർ. സോ എന്തായാലും നമുക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് സെപ്റ്റംബർ 5-ാം തീയതി, അതായത് 2 വീക്സ് ടു, അതായത് ഓണത്തിൻ്റെ അന്ന്. സോ എന്തായാലും ഓണത്തിന് ഹൈ എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റിയൊരു മൂവി ഇതൊന്ന്. മദ്രാസി 5-ാം തീയതിയാണ് ഇറങ്ങണേന്ന് തോന്നുന്നു. ആ മദ്രാസി. സോ എന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.